Hi all, welcome to Learnino. നമുക്ക് K2 Chemistry 2024 സ്കീമിലെ A and B ലെ Module 1 essay questions നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള essay questions. 9 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് ബിയിൽ നമുക്ക് വരുന്നത്. അതിൻ്റെ ഇലക്ട്രോകെമിസ്ട്രി ആൻഡ് കൊറോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ 9 മാർക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. Draw a well-labeled diagram of SHE, write down cell representation and cell reaction and show that it is a reversible electrode. ഇത് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ, സെൽ റിയാക്ഷൻ, അതുപോലെ തന്നെ അത് ഡയഗ്രാം വരച്ചിട്ട് റിവേഴ്സിബിൾ ആണെന്ന് കാണിക്കണം. അപ്പോൾ എന്താണ് SHE? It is a redox electrode which is widely used as a primary reference electrode. It can either used as anode or cathode depending upon the electrode in the half cell. SHE consists of a platinum wire sealed in a glass tube and a platinum foil attached to it. അപ്പോൾ ഒരു പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡാണ്, ഒരു റിഡോക്സ് ഇലക്ട്രോഡാണ്. അതിന് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹാഫ് സെൽ അനുസരിച്ച് ഇവർക്ക് ആനോഡ് ആകാനും കാഥോഡ് ആകാനും കഴിവുണ്ട്. SHEയിൽ ഒരു പ്ലാറ്റിനം വയർ സീൽ ചെയ്തിട്ടുണ്ട് ഒരു ഗ്ലാസ് ട്യൂബിനകത്ത്. എൻഡിൽ ഒരു പ്ലാറ്റിനം ഫോയിലുണ്ട്. ഞാൻ നമ്മൾ ഫിഗർ വരയ്ക്കണം. അതായത് പ്ലാറ്റിനം വയർ, പ്ലാറ്റിനം ഫോയിൽ, ഇനി ഇതെല്ലാം കൂടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന 1 മോളാർ ഹൈഡ്രോക്ലോറിക് ആസിഡ് സൊല്യൂഷൻ, ദെൻ ഹൈഡ്രജൻ ഗ്യാസ് ബബിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫിഗർ നമ്മൾ വരയ്ക്കാം. ദെൻ വർക്കിംഗ് വരുമ്പം ഇറ്റ് ഈസ് ഡിപ്ഡ് ഇൻ ടു ആൻ ആസിഡ് സൊല്യൂഷൻ വിത്ത് H+ ions of 1 മോളാർ കോൺസെൻട്രേഷൻ. Pure hydrogen at 1 atmospheric pressure is constantly bubbled into the solution at a temperature of 298 Kelvin. അപ്പോൾ ഇത് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് 1 മോളാർ HCl-ഉം ഹൈഡ്രജൻ ഗ്യാസ് ബബിൾ ചെയ്യുന്നുണ്ട്. ഇതാണ് റെപ്രസെൻറ്റേഷൻ. The electrode potential of an electrode is determined by connecting the half cell with a SHE. ഹാഫ് സെൽ SHEയുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം. SHEയുടെ പൊട്ടൻഷ്യൽ 0 വോൾട്ട് ആണ്. EMF കണ്ടുപിടിക്കുന്നത് വഴി നമുക്ക് അൺനോൺ ആയിട്ടുള്ള ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് SHEയുടെ പ്രധാനപ്പെട്ട ഉപയോഗം. ഓക്സിഡേഷൻ ഇക്വേഷൻ H2 gives to H++2 ഇലക്ട്രോൺ. അതിനെ തിരിച്ചെഴുതുന്നതാണ് ഇവിടുത്തെ റിഡക്ഷൻ. ഓക്സിഡേഷൻ is the removal of electron, reduction is the addition of electron. Then advantage, it can be used over entire pH range. It is highly accurate. Disadvantage വരുമ്പോഴത്തേക്കിന് പ്ലാറ്റിനം പോയിസൺ ആവും ഈസിലി. ഇറ്റ് cannot be used in solution containing strong oxidizing agent. സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻസ് ഉള്ള സൊല്യൂഷനിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ പ്രഷർ 1 atmospheric പ്രഷർ ആൻഡ് കോൺസെൻട്രേഷൻ 1 മോളാർ. ആ ഒരു സ്റ്റാൻഡേർഡ് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ദെൻ അതിൻ്റെ അടുത്ത പാർട്ടിൽ ചോദിച്ചിട്ടുള്ളതാണ് ഇതിൽ നമുക്കൊരു റിവേഴ്സിബിൾ ആണെന്ന് കാണിക്കാനായിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് സിങ്ക് റോഡിൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ SHEയുമായിട്ട് ഒരു ഗ്ലാസ് സോൾട്ട് ബ്രിഡ്ജ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓൾട്ടിമീറ്റർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഇവരുടെ സെൽ റെപ്രസെൻറ്റേഷൻ. നമുക്കറിയാം E0 cell is equal to E0 cathode minus E0 anode. Here SHE is the cathode and zinc is the anode. മൊത്തത്തിലുള്ള പൊട്ടൻഷ്യൽ വാല്യൂ 0.76, SHEയുടെ വാല്യൂ 0, സിങ്കിന്റെ വാല്യൂ is equal to -0.76 വോൾട്ട്. അപ്പോൾ ഇത്ര എഴുതുമ്പോഴാണ് നമുക്ക് ആ ഒരു എസ്സേ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവുന്നത്. Then next question, explain electrochemical series and its application. എന്താണ് electrochemical series? എന്താണ് ഇതിന്റെ application? It is the series of elements arranged in the decreasing order of reduction potential or increasing order of oxidation potential. Oxidation potential increasing order lo, reduction potential decreasing order lo elements in arrange ചെയ്തു വെച്ചിരിക്കുന്ന series ആണ് electrochemical series. Electrochemical series in application വരുമ്പോൾ first application is to know the relative ease of oxidation and reduction. അതായത് better ആയിട്ട് greater the reduction potential, more easily the substance undergo reduction. reduction potential കൂടിക്കഴിഞ്ഞാൽ റിഡക്ഷന് വിധേയമാകും. അങ്ങനെ റിഡക്ഷന് വിധേയമാകുന്ന ആൾക്കാരാണ് ബെറ്റർ ഓക്സിഡൈസിങ് ഏജൻസ്. ഇനി നേരെ തിരിച്ചു പറഞ്ഞാൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ സംഭവിക്കും. അവരാണ് ബെസ്റ്റ് റെഡ്യൂസിങ് ഏജൻസ്.
അപ്പോൾ അത് നമുക്ക് ഇലക്ട്രോകെമിക്കൽ സീരീസ് വഴി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സെക്കൻഡ് ഈസ് ടു predict whether the metal will react with acid to give hydrogen gas. അതായത് ചില മെറ്റൽസ്, ഹൈഡ്രജന് തൊട്ട് താഴെയുള്ള ചില മെറ്റൽസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജൻ ഗ്യാസിനെ തരും. ഓക്കെ, അതൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ഏതൊക്കെ എലമെന്റ്സ് തരും എന്നുള്ളത് നമുക്ക് ഇലക്ട്രോകെമിക്കൽ സീരീസ് നോക്കിയാൽ മനസ്സിലാവും. ദെൻ ടു കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് EMF ഓഫ് ദ സെൽ. നമുക്കറിയാം, ഈ സീറോ സെല്ല് കണ്ടുപിടിക്കണമെങ്കിൽ കാഥോഡിന്റെ വാല്യൂ അറിയണം, ആനോഡിന്റെ വാല്യൂ അറിയണം. അത് നമുക്ക് ഇലക്ട്രോകെമിക്കൽ സെല്ല് നോക്കിയിട്ട് സീരീസ് നോക്കിയിട്ട് മനസ്സിലാകും. Then displacement reaction. Lower reduction potential ഉള്ളതിനെ potential can displace metal with a higher reduction potential from its salt solution. അതും നമുക്കൊരു ഇലക്ട്രോകെമിക്കൽ സീരീസിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് പറയാൻ പറ്റും. ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യലും ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യലും ഒക്കെ നമുക്ക് സീരീസ് നോക്കിയാലേ മനസ്സിലാവത്തുള്ളൂ. To predict the spontaneity of any redox reaction. ഒരു റിഡോക്സ് റിയാക്ഷന്റെ സ്പോണ്ടേനിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു -NF ഇ സെൽ ആണ്. അപ്പൊ ഇ സെൽ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ കാഥോഡിന്റെ വാല്യൂം അറിയണം, ആനോഡിന്റെ വാല്യൂം അറിയണം. അതും നമുക്ക് ഈ പറഞ്ഞ പോലെ ഇലക്ട്രോകെമിക്കൽ സീരീസിൽ നിന്ന് കണ്ടുപിടിക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, ഡ്രോ എ വെൽ ലേബിൾഡ് ഡയഗ്രാം ഓഫ് SCE, saturated calomel electrode, write down cell representation and cell reaction. അപ്പോൾ കാലോമൽ ഇലക്ട്രോഡും ഇതേപോലെ അൺനോൺ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു റെഫറൻസ് ഇലക്ട്രോഡാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഗ്ലാസ് ട്യൂബ് ഹാവിംഗ് സൈഡ് ട്യൂബ് ഓൺ ഈച്ച് സൈഡ്. ഇതാണ് കാലോമൽ ഇലക്ട്രോഡ്. ഫിഗർ വരയ്ക്കാൻ പഠിക്കണം. ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട് രണ്ട് സൈഡിലും. ഇതിനകത്ത് ഫുള്ളൊരു ഗ്ലാസ്സിൽ KCl ഫില്ല് ചെയ്തിട്ടുണ്ട്, മെർക്കുറി ഉണ്ട്, മെർക്കുറസ് ക്ലോറൈഡ് ഉണ്ട്, പ്ലാറ്റിനം ഉണ്ട്. Pure sample of mercury is placed at the bottom of the tube and connected to the circuit by platinum wire sealed in the glass tube. ഇനി അതിന്റെ തൊട്ടു മുകളിൽ മെർക്കുറസ് ക്ലോറൈഡ് കോട്ട് ചെയ്തിട്ടുണ്ട്. The potential depends on the concentration of KCl. അപ്പോൾ അവിടെ ഫില്ല് ചെയ്തിരിക്കുന്ന KCl സൊല്യൂഷൻ അനുസരിച്ചിട്ടാണ് കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇതാണ് അതിന്റെ സെൽ റെപ്രസെന്റേഷൻ വരുന്നത്. Then anode cathode reaction കൊടുത്തിട്ടുണ്ട്. 2Hg++ 2Cl- gives Hg2Cl2+ 2 ഇലക്ട്രോൺ. അതിനെ തിരിച്ചെഴുതുന്നതാണ് കാഥോഡിന്റെ റിയാക്ഷൻ ഓവറാൾ. അപ്പോൾ ഈ റിയാക്ഷൻസ് എഴുതണം, അതിന് മാർക്കുണ്ട്. ദെൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് റിവേഴ്സിബിൾ ആണെന്ന് ഷോ ചെയ്യണമെങ്കിൽ സിങ്കിൻ സിങ്ക് സൾഫേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇവിടെ നമുക്ക് സിങ്ക് ആനോഡും ഈ SC കാഥോഡുമായിട്ട് ആക്ട് ചെയ്യും. ഇവിടുത്തെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ 0.2422 വോൾട്ട് ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അൺനോൺ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറ്റും. ഫോർത്ത് ക്വസ്റ്റ്യൻ, കമ്പയർ ദ ഡിസ്ചാർജിങ് ആൻഡ് ചാർജിങ് ഇൻ ലിഥിയം അയോൺ സെൽ ആക്ട് ആസ് ഇലക്ട്രോളിറ്റിക് സെൽ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇലക്ട്രോകെമിക്കൽ സെല്ലും ഇലക്ട്രോളിറ്റിക് സെല്ലുമായിട്ട് ആക്ട് ചെയ്യുന്ന ഇക്വേഷൻസ് മൊത്തം ഒരു എസ്എ ക്വസ്റ്റ്യൻ്റെ ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. ലിഥിയം അയോൺ ബാറ്ററി is a secondary battery. It does not contain metallic lithium as anode. It contains only lithium ion. Movement of lithium ion are responsible for charging and റീചാർജിങ്. ലിഥിയം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് ചാർജിങ്ങും റീചാർജിങ്ങും ഉണ്ടാകുന്നത്. ആനോഡ് എന്ന് പറയുന്നത് ലെയേഴ്സ് ഓഫ് പോറസ് ഗ്രാഫൈറ്റ്, കാഥോഡ് ലിഥിയം കൊബാൾട്ട് ഓക്സൈഡ്, ഇലക്ട്രോലൈറ്റ് ഈസ് സോൾട്ട് ഓഫ് ലിഥിയം സോൾട്ട്. അപ്പോൾ എപ്പോഴും ആനോഡും കാഥോഡും ഇലക്ട്രോലൈറ്റും എഴുതണം. ദെൻ ഇതാണ് അതിൻ്റെ ഫിഗർ വരയ്ക്കണം. ഫിഗറിന് മാർക്കുണ്ട്. ആനോഡുണ്ട്, കാഥോഡുണ്ട്, ഇലക്ട്രോലൈറ്റ് ഉണ്ട്. രണ്ടും തമ്മിലൊരു സെപ്പറേറ്റർ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇക്വേഷൻ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കാം. കാഥോഡ് ചാർജിങ് സമയത്ത് കാഥോഡ് LiCoO2 Li1 - XCoO2 XLi++ X ഇലക്ട്രോൺ, കാരണം അവിടെ ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത്. ഇനി ആനോഡ് ആണെങ്കിൽ ഈ 6C+ XLi++ X ഇലക്ട്രോൺ ഗീവ്സ് LiXC6. ഓക്കെ, ഇനി ഡിസ്ചാർജിങ് ആണെങ്കിൽ നേരെ തിരിച്ചു വരും. Li1 - XCoO2 XLi++ X ഇലക്ട്രോൺ ഗീവ്സ് LiCoO2 കാഥോഡിൽ നടക്കുന്നത്. ദെൻ LiXC6 ഗീവ്സ് 6C+ XLi++ X ഇലക്ട്രോൺ ആനോഡിൽ നടക്കും. ഇതിൻ്റെ ഓവറാൾ ഇവിടെ എഴുതിയിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻസ് പഠിച്ചു വെച്ചിരുന്നാൽ ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് എഴുതാം അല്ലെങ്കിൽ ഒരുമിച്ച് എഴുതാം. അപ്പോൾ LiCO2 gives Li 1 minus x CO2 plus x Li plus plus x electron. അത് ചാർജിങ്ങിൻ്റെ കാഥോഡിൻ്റെ റിയാക്ഷൻ, ദെൻ ചാർജിങ്ങിൻ്റെ ആനോഡിൻ്റെ റിയാക്ഷൻ വരുമ്പോഴത്തേക്കിന് എന്താ LiX C6 6C plus x Li plus plus x electron gives x LiX C6 വരും. ഓക്കെ, ദെൻ ഓവറോൾ റിയാക്ഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആ ഇക്വേഷൻസ് മനസ്സിലാകുകയും എഴുതി സെപ്പറേറ്റ് ചെയ്ത് എഴുതുകയും ചെയ്യാം. ഓക്കെ, ദെൻ അഡ്വാൻറ്റേജ് സ്മോളർ സൈസ് ആണ്, ഹൈ വോൾട്ടേജ്, ലൈറ്റ് വെയിറ്റ്, നോ ലിക്വിഡ് ഇലക്ട്രോലൈറ്റ്, ഇംപ്രൂവ് സേഫ്റ്റി. Then explosion risk is a disadvantage, sensitive to moisture and humidity, fire hazard. Application, it is used in cell phones, laptops, etc., health instruments, vehicles, etc. ഇതിലെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും എഴുതി കഴിഞ്ഞാൽ essay question full mark കിട്ടും. ആ ഒരു question. Then fifth question, explain galvanic series used in corrosion, compare it with electrochemical cell. കൊറോഷൻ അഫിനിറ്റി അനുസരിച്ച് മെറ്റൽസിനെയും അലോയ്സിനെയും അടുക്കി വെച്ചിരിക്കുന്ന ഒരു സീരീസ് ആണ് നമ്മുടെ ഗാൽവാനിക് സീരീസ് എന്ന് പറയുന്നത്. എ മെറ്റൽ ഹൈ ഇൻ സീരീസ് ഈസ് മോർ ആനോഡിക്, അണ്ടർഗോ കൊറോഷൻ faster than metal below it. The position of a metal in the form of alloy is different from that of pure metal in the series. ഒരിക്കലും ഈ സീരീസിലെ പൊസിഷൻസ് ഫിക്സ്ഡ് അല്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ഇനി ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോകെമിക്കൽ സീരീസ് ഈസ് ബേസ്ഡ് ഓൺ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ഗാൽവാനിക് സീരീസ് ഈസ് ബേസ്ഡ് ഓൺ കൊറോഷൻ ടെൻഡൻസി. ഇൻ ഇലക്ട്രോകെമിക്കൽ സീരീസ് പൊസിഷൻ ഈസ് ഫിക്സ്ഡ്, അതായത് സിങ്കിന് ഒരു പൊസിഷൻ ഉണ്ട്, കോപ്പറിന് ഒരു പൊസിഷൻ ഉണ്ട്. പക്ഷെ ഗാൽവാനിക് സീരീസിൽ ഫിക്സ്ഡ് അല്ല. ഇലക്ട്രോകെമിക്കൽ സീരീസിൽ നോ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ പൊസിഷൻ ഓഫ് അലോയ്സ്, അലോയ്സിനെ പറ്റി പറയുന്നില്ല. Galvanic series let give information regarding the position of alloys. Electrochemical series containing metals and non-metals. Galvanic series contain metals and alloys. Then it gives information about the relative displacement tendency. It gives information about the corrosion tendency. Then E0 is measured by dipping pure metal in 1 molar solution. Then galvanic series E0 is measured by dipping metals and alloys in unpolluted seawater. ഇനി ഇവിടെ SH ആണ് റെഫറൻസ് ഇലക്ട്രോഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, ഗാൽവാനിക് സീരീസിലെ കലോമൽ ഇലക്ട്രോഡാണ്. ഏതെങ്കിലും ഒരു 4 ഡിഫറൻസ് പഠിച്ചു വെക്കുക, മാക്സിമം 4 ഡിഫറൻസ് ഈ ഒരു ഇലക്ട്രോകെമിക്കൽ സീരീസിന്റെയും ഗാൽവാനിക് സീരീസിന്റെയും പഠിച്ചു വെക്കുക. Then sixth question, compare സാക്രിഫിഷ്യൽ ആനോഡിക് മെത്തേഡ് ആൻഡ് ഇംപ്രസ്ഡ് കറണ്ട് മെത്തേഡ്. നമ്മുടെ കാഥോഡിക് പ്രൊട്ടക്ഷനിൽ വരുന്ന 2 മെത്തേഡാണ് സാക്രിഫിഷ്യൽ ആനോഡിക്കും ഇംപ്രസ്ഡ് കറണ്ടും. സാക്രിഫിഷ്യൽ ആനോഡിക്ക് ചോദിക്കുമ്പോഴും ഇംപ്രസ്ഡ് കറണ്ട് ചോദിക്കുമ്പോഴും ഫിഗർ മസ്റ്റ് ആണ്. Sacrificial anodic method. In this method, the metal to be protected is connected by a wire to more anodic or active metal. അതായത് നമുക്ക് കണക്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ നമുക്ക് പ്രിസർവ് ചെയ്യേണ്ട മെറ്റലിനെ തൊട്ടു മുന്നിലായിട്ട് കുറച്ചും കൂടെ ആനോഡിക് ആയിട്ടുള്ളൊരു മെറ്റൽ കൊണ്ടുവയ്ക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും കൊറോഷൻ പറ്റുന്നത് ഈ മോർ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിനായിരിക്കും. മറ്റേ മെറ്റൽ കാഥോഡായിട്ട് കൺവേർട്ട് ചെയ്യുകയും പ്രൊട്ടക്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ സാക്രിഫിഷ്യൽ ആനോഡായിട്ട് യൂസ് ചെയ്യുന്നത് മഗ്നീഷ്യം, സിങ്ക്, അലൂമിനിയം എക്സെട്ര. അപ്പോൾ അയണിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫിഗറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇംപ്രസ്ഡ് കറണ്ട് മെത്തേഡ്, അതായത് നമുക്ക് കൊറോഷൻ ഉണ്ടാവണമെങ്കിൽ ദർ ഇസ് എ കൊറോഷൻ കറണ്ട്. അപ്പോൾ ഈ കൊറോഷൻ കറണ്ടിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു കറണ്ട് കൊടുക്കാം, ദാറ്റ് ഈസ് ഇംപ്രസ്ഡ് കറണ്ട്. We use impressed current in the opposite direction to nullify the corrosion current. അപ്പോൾ അതേ ഡയറക്റ്റ് DC സോഴ്സ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇംപ്രസ്ഡ് കറണ്ട് ഉണ്ടായിരിക്കുമ്പോഴത്തേക്കിന് ആ കൊറോഷൻ കറണ്ടിനെ ഇല്ലാതാക്കുകയും ആ മെറ്റലിനെ നമുക്ക് കൊറോഷനിൽ നിന്ന് തടയാൻ പറ്റും. ഇത് അണ്ടർഗ്രൗണ്ട് പൈപ്പിലും ഷിപ്പ് ഡോക്ക്ഡ് ഇൻ ഹാർബേഴ്സിലും ഓപ്പൺ വാട്ടർ ബോക്സ് കൂളേഴ്സിലും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫിഗറും ഇമ്പോർട്ടൻ്റ് ആണ്, ഫിഗറിന് മാർക്കുണ്ട്. 7th question, what is electroplating? Explain copper electroplating.
ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു മെറ്റലിന്റെ മുകളിൽ മറ്റൊരു മെറ്റൽ കോട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. അതൊരു കൊറോഷൻ പ്രിവെൻഷൻ മെത്തേഡാണ്. പ്രൊഡ്യൂസിങ് എ തിൻ ലെയർ ഓഫ് മെറ്റീരിയൽ such as metal on the surface of another metal immersed in an electrolyte. പ്രധാനമായിട്ടും ഡെക്കറേറ്റീവ് ഐറ്റംസും കൊറോഷൻ പ്രൊട്ടക്ഷനും വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഫിഗർ. ഇതിനകത്ത് ഒരു മെറ്റൽ ഉണ്ട്, ഇവിടെ കോപ്പർ വെച്ചിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഈ കോപ്പറിനെ ഈ മെറ്റലിന്റെ മുകളിൽ കോട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. The article to be electroplated is first treated with the organic solvent to remove oil, grease, etc. ആദ്യം ആ ഓർഗാനിക് സോൾവെന്റ്സ് ട്രീറ്റ് ചെയ്തിട്ട് ഗ്രീസും ഓയിലും ഒക്കെ കളയുക. ദെൻ ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡോ സൾഫ്യൂരിക് ആസിഡോ വെച്ച് ട്രീറ്റ് ചെയ്യുക. ദെൻ പ്യുവർ കോപ്പർ റോഡാണ് ആനോഡായിട്ട് എടുക്കുന്നത്. രണ്ടും, അതായത് നമുക്ക് കോട്ട് ചെയ്യേണ്ട മെറ്റലും ആനോഡിനെയും അതിനകത്ത് ഡിപ്പ് ചെയ്ത് വെക്കുക. കോപ്പർ സൾഫേറ്റ് ആണ് അവിടുത്തെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുന്നത്. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യും? കോപ്പർ സൾഫേറ്റിൽ നിന്ന് Cu2+ വന്നിട്ട് നമ്മുടെ ആ ഒരു ആർട്ടിക്കിളിൽ നമുക്ക് ഏതിനകത്താണോ കോട്ട് ചെയ്യേണ്ടത് ആ ആർട്ടിക്കിളിൽ കോട്ടാവും. ഇതാണ് നമ്മുടെ കോപ്പർ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ 7th question, explain the working of glass electrode. ഗ്ലാസ് ഇലക്ട്രോഡും ഈ പറഞ്ഞതുപോലെ ഒരു സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡ് ആണ്. അത് pH ഡിറ്റർമിനേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. കലോമലും SHയും പ്രൈമറി ആയിരുന്നു, ഇത് സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡ്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ സ്പെഷ്യലി ടൈപ്ഡ് ഗ്ലാസ് വിത്ത് ലോ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ലോ മെൽറ്റിംഗ് പോയിന്റും ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും ഉള്ള ഒരു ഗ്ലാസ് വെച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനകത്ത് 0.1 മോളാർ HCl ഉണ്ട്, പ്ലാറ്റിനം വയറും ഉണ്ട്, AgCl സിൽവർ ക്ലോറൈഡും കോട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ Eg is equal to E0G plus 0.0591 into log H plus. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. Eg is equal to E0G minus 0.0591 into pH. അതായത് log H പ്ലസിനെ pH ലോട്ട് കൺവേർട്ട് ചെയ്തു. അപ്പൊ നമുക്ക് ആ pHന്റെ വാല്യൂ ഇതിൽ നിന്ന്, ഈ ഗ്ലാസ് ഇലക്ട്രോഡിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. E0G എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അത് 0.6 വോൾട്ടോ അല്ലെങ്കിൽ 0.5 വോൾട്ടോ ഒക്കെ ആയിരിക്കും. ഇനി അഡ്വാൻറ്റേജ് വരുമ്പോൾ ഇറ്റ് ഈസ് സിംപ്ലി ആൻഡ് ഈസിലി ടു യൂസ്ഡ് ഇൻ എൻറ്റയർ pH range from 0 to 12. Resultant are accurate, can be used in the presence of strong oxidizing and reducing agent, can be used in colored and tabbed solutions. The procedure വന്നു കഴിഞ്ഞാൽ in order to measure the potential of a glass electrode, ഒരു ഗ്ലാസ് ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ മെഷർ ചെയ്യണമെങ്കിൽ the unknown solution ബീക്കറിൽ എടുക്കണം. ഇപ്പൊ എനിക്കൊരു സൊല്യൂഷന്റെ pH കണ്ടുപിടിക്കണമെങ്കിൽ unknown solution ബീക്കറിൽ എടുത്തിട്ട് ഗ്ലാസ് റോഡ് അതിനകത്ത് ഡിപ്പ് ചെയ്യുക. അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു കലോമൽ ഇലക്ട്രോഡും കൂടെ വയ്ക്കുക. Then E cell is equal to E cathode minus E anode. ഇവിടെ കാഥോഡ് ഗ്ലാസ് ഇലക്ട്രോഡും ആനോഡ് കലോമൽ ഇലക്ട്രോഡും. ഗ്ലാസ് ഇലക്ട്രോഡിന്റെ ഇക്വേഷൻ ആൾറെഡി കണ്ടു. E0G minus 0.0591 pH minus കലോമൽ 0.2422. അതിനെ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ വരും. അതായത് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് pHനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ സെൽ ഈസ് ഈക്വൽ ടു ഈ ഗ്ലാസ് മൈനസ് ഈ കലോമൽ. ഗ്ലാസിന്റെ വാല്യൂ നമുക്കറിയാം, കലോമലിന്റെ വാല്യൂ അറിയാം. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ഈ pHനെ ഇന്ന് ഇപ്പുറം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ആ pHന്റെ ഇക്വേഷൻ കിട്ടും. അതുപോലെ തന്നെ പ്രോബ്ലം ഒക്കെ തന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഗ്ലാസ് ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നത് pH ഡിറ്റർമിനേഷൻ ആണ്. ഒരു സ്പെഷ്യലി മെയ്ഡ് ഗ്ലാസ് വെച്ചിട്ടാണ് ഈ ഗ്ലാസ് ഇലക്ട്രോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയാൻ വയ്യാത്ത സൊല്യൂഷനെ ബീക്കറിൽ എടുക്കുക, ഗ്ലാസ് ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്യുക. ഗ്ലാസ് ഇലക്ട്രോഡുമായിട്ട് അസോസിയേറ്റ് ചെയ്തൊരു കലോമൽ ഇലക്ട്രോഡ് ഉണ്ടാവും. ഗ്ലാസ് ഇലക്ട്രോഡാണ് ഇവിടുത്തെ കാഥോഡ്, കലോമൽ ഇലക്ട്രോഡാണ് ഇവിടുത്തെ ആനോഡ്. അത് വെച്ചിട്ട് നമ്മൾ E0 സെല്ല് കണ്ടുപിടിക്കുക. ഗ്ലാസ് ഇലക്ട്രോഡിന്റെ ഇക്വേഷനിൽ നമ്മൾ pH വെച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ ആ ഒരു pHന്റെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് അൺനോൺ ആയിട്ടുള്ള സൊല്യൂഷൻസിന്റെ pH കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇത് കൂടാതെ ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ എന്നായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. ഓക്കെ, താങ്ക് യു.